അധ്യാത്മരാമായണത്തിന്റെ രചയിതാവും മലയാള ഭാഷയുടെ പിതാവുമായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു പുതുമയല്ല കേരളത്തിന്. കാരണം മലപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിമ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധത്തിലായിരുന്നു. ഇതിപ്പോൾ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കാനായി തീരുമാനമെടുത്തതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോവുകയാണ് സനാതന ധർമ്മവേദിയും ഒപ്പം തന്നെ സനാതന ധർമ്മവേദിയുടെ തുഞ്ചത്ത് ഗവേഷണ കേന്ദ്രവും. ഇതിന് പിന്തുണയുമായി പ്രതീഷ് വിശ്വാസിൻ്റെ നേതൃത്വത്തിലുള്ള ഹിന്ദു സേവാ കേന്ദ്രം കൂടി രംഗത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രതിമ സ്ഥാപിക്കുന്നത് ഈ തിരൂർ തന്നെയുള്ള അമ്പലക്കുളങ്ങര ദേവീക്ഷേത്രത്തിന് സമീപമാണ്. സ്ഥലം ഏതായാലും സനാതന ധർമ്മവേദിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഒരു ഗവേഷണ കേന്ദ്രം ഉൾപ്പെടെയാണ് ഈ പ്രതിമ സ്ഥാപിക്കുന്നത്. 1 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ആ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ മലയാളികളും, ഭാഷാപിതാവാണ് മലയാളത്തിൻ്റെ, അതുകൊണ്ട് എല്ലാ മലയാളികളും ഇല്ലെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛനെ സ്നേഹിക്കുന്ന എല്ലാവരും തങ്ങളാൽ കഴിയുന്ന ഒരു സഹായം നൽകണമെന്ന് ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ നേതാവ് പ്രതീഷ് വിശ്വാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഏതായാലും ആ പണം അയക്കുന്നവർക്ക് അതിനുള്ള ബാങ്ക് ഡീറ്റെയിൽസുകളും മറ്റും ഈ വാർത്തയോടൊപ്പം തന്നെ നൽകുന്നു. ഇഷ്ടമുള്ള തുക നൽകൂ എന്നാണ് പറഞ്ഞത്. 1 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇതിൽ 1 ലക്ഷം രൂപ ഹിന്ദു സേവാ കേന്ദ്രം തുടക്കത്തിൽ തന്നെ നൽകി കഴിഞ്ഞിരുന്നു. ഏതായാലും മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന് കേരളത്തിൽ ഒരു പ്രതിമ ഇല്ല എങ്കിൽ, ഇല്ലെങ്കിൽ ഒരു ഗവേഷണ കേന്ദ്രം ഇല്ല എങ്കിൽ അതിൻ്റെ നാണക്കേട് മുഴുവൻ മലയാളികൾക്കുമാണ്. ഏതായാലും ഒടുവിൽ വലിയ വിവാദങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമൊക്കെ ശേഷം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെടുകയാണ്. അതിനായിട്ടുള്ള ഒരു വലിയ ഫണ്ട് ശേഖരണത്തിലാണ് ഈ സംഘടനകളെല്ലാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.